ഹായ് എല്ലാ കൂട്ടുകാർക്കും റഷ്മി ലോക്സിൻ്റെ പുതിയൊരു സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് കിയ സോണറ്റിലെ HTK ഓപ്ഷണൽ വേരിയൻ്റാണ്. ഈ വേരിയൻ്റ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോണറ്റ് HTK ഓപ്ഷണൽ വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന വേരിയൻ്റാണ് HTK ഓപ്ഷണൽ. ഇനി മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എടുത്ത് DR കിയ സിഗ്നേച്ചർ ആയിട്ടുള്ള DR വന്നു എന്നുള്ളതാണ്. 2024 HTK ഓപ്ഷനിലൊന്നും ഉണ്ടായിരുന്നില്ല. HTK കൊണ്ടുവന്നാൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്, ഹൈ ബീം ലോ ബീം തന്നെ കാണാം. അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ്. നമുക്ക് താഴത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ എല്ലാവരും സിൽവർ ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ സിൽവർ കളറിലുള്ള സ്കിപ്പ് ലൈറ്റ് പോലത്തെ നോക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 205 mm ആണ് സോണറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ എല്ലാവരും സിൽവർ ഫിനിഷ് കാണാം. കീയുടെ ടോപ്പിലായിട്ട് കീയുടെ ബാഡ്ജിങ് കാണാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് ഉള്ളത്. 205, 65, 16 ആണ് ടയർ സൈസ്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കിലാണ്. ഇത് അലവിയിൽ പോലെ തോന്നിയിരിക്കുന്ന വീൽ കപ്പിലൂടെ വീൽസാണ്. നടുക്ക് കീയുടെ ബാഡ്ജിങ് കാണാം. റസിൽ LED ഇൻഡിക്കേറ്റർ സെൻസ് ചെയ്തിട്ടുണ്ട്. HTK ഓപ്ഷണലിൽ തൊട്ട് നമുക്ക് 2025 ഇപ്പം ചേഞ്ച് ആണ്. 2024 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഫെൻഡേഴ്സിലായിരുന്നു. കീഴിൽ സെൻറ്ററിൽ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിന് നമുക്ക് റൂഫ് റൈൽസ് കാണാം. അത് സിൽവർ ഫിനിഷ് ആണത്. ഈ വെന്റിൽ നമുക്ക് സിംഗിൾ പെയർ സൺ റൂഫ് കാണാം. ബാക്കിൽ ഷാർക്കിൻ്റെ ആൻറ്റിനെ കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എല്ലാ വെൻറ്റുകളുടെ ബാക്കിൽ വൈപ്പറും ഡീഫോക്കറും വന്നു എന്നുള്ളതാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി അടിച്ച് ചെയ്യാം. ഹൈ മൗണ്ടൻ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പറും വാഷാൻ ഡിഫോറുടെ ഗ്ലാസ്സുകളാണ്. കണക്റ്റഡ് ടൈൽ ലൈറ്റ് കാണാം. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടാണ്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കാണാം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷട്ടറിന് വലിയ ബൂട്ട് കാണുന്നത്. വേറെ ബൂട്ട് ലാമ്പ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വീലിൽ വന്ന് 195, 60 or 15 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീഴ സെൻറ്റർ ആംഗിളും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് സോണറ്റിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ്. സോഫ്റ്റ് ടച്ച് ഒന്നല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 പൗണ്ടർ കൺട്രോൾ, ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കീ ആണ്. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കും. ഡിസൈൻ ചെയ്യുമ്പോൾ രീതിയിൽ സിൽവർ ഫിനിഷ് കാണാം. സ്പീക്കർ ബില്ല്, ബോട്ടിൽ ഓർഡേഴ്സ്, ട്യൂട്ടർ ബില്ല് കാണാം. ഡ്രൈവർ സീറ്റ് സൈഡ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോട് സീറ്റുകളാണ്. ഇത് മാനുവൽ വേണ്ടാണ്. 3 പെഡലുകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ അവിടെ കൊടുത്തിരുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനത്. ഈ വശത്തേക്കാണ് നമുക്ക് ട്രാക്ഷൻ കൺട്രോളാണ്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെ നല്ല ഫീച്ചേഴ്സും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഈ വാഹനത്തിന് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീലിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വീട്ടിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണുള്ളത്. ലെതർ ആപ്റ്റിലാണ്, നോർമൽ സ്റ്റിയറിംഗ് ആണ്. താഴെ സിൽവർ ഫിനിഷ് കാണുന്നു കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും വലവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നാൽ ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് എന്ന രീതിയിലാണ് ഇൻസ്റ്റാൾ ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും ആപ്പിമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ടു MT, ടയർ പ്രഷർ മോണിറ്റർ നമുക്ക് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നാൽ കീഴിൽ എല്ലാ വാഹനങ്ങളിലും കാണുന്ന റൈറ്റ് എഞ്ചിൻ ഇൻഫോടൈം സ്ക്രീൻ ആണുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസോടെ റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. വേറെ പാർക്കിംഗ് സെൻസർ കാണുന്നത് വരുന്നില്ല. നമുക്ക് താഴത്ത് നമുക്ക് AC വെൻസ് കാണാം. എൻ്റെ ചുറ്റും സിൽവർ ഫിനിഷ് കാണാം. ഹാസറായിട്ട് തന്നെ ബട്ടൺ കൊടുത്തിരുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് 12 ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നു. 12 വോൾട്ടേജ് ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കൺട്രോൾ ഓപ്ഷൻ കാണാം. വേറെ സ്റ്റോറേജ് സ്പേസ് ആണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഡീസൽ ആയതുകൊണ്ട് 6 സ്പീഡ് മാനുവൽ, 1.2 5 സ്പീഡ് മാനുവൽ ആണുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംസ്റ്റ് ഉൾപ്പെടുത്തിൻ്റെ അത്യാവശ്യം വേണ്ട ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോട് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ തന്നെ വരുന്നില്ല.
സിക്സ് എയർ ബാഗ് സ്റ്റാൻഡ് ആണ് അതിൻ്റെ ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IR-VMS മാനുവൽ ഡിമ്മിങ്ങുള്ള IR-VMS ആണ്. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ്. ഡ്രൈവർ സൈഡ് സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാവുന്നത്. ഈ വേണ്ടി നമുക്ക് സിംഗിൾ പെയിൻ സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ട് ബേസ് ചെയ്യേണ്ടത് തൊട്ട് നമുക്ക് സൺ റൂഫ് അവൈലബിൾ ആണ്. ഒരു വൺ ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ തുറക്കുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പട്ടെല്ലാം ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിരുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കൺട്രോളാണ്. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരുന്നു. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വെതർ കണ്ടീഷനിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ബാക്കിലേക്ക് ഈസി വെൻസ് ഉൾപ്പെടുത്തിയിട്ട് ചുറ്റുമ്പോൾ സിൽവർ ഫിനിഷ് കാണാം. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. ഹെഡ് റെസ്റ്റുകൾ ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരുന്നു. SFX സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡിനാണ് പക്ഷേ നല്ലൊരു ലെഗ് റൂം ആൻഡ് ഏറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവർ നിൻ്റെ പവർ മേശോ 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ്. സൺ റൂഫുള്ളതുകൊണ്ട് ഹെഡ് റൂമിൻ്റെ ഇഷ്യൂസൊന്നും തന്നെ വരുന്നില്ല. പോയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 ആൾക്കൊക്കെ സുഖമായിട്ട് കാട്ടാനേ പറ്റും. നമുക്ക് ബാക്കിലെ റീഡിംഗ് ലൈറ്റ് കാണാം. ഹാൻഡിൽസിനായിട്ട് കൊടുത്തിരുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ അതിനകത്ത് ഹുക്ക് അങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് ചെയ്ത് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ മോണിറ്റർ അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബോക്സിലേക്ക് വന്നാൽ റൈഡ് ആൻഡ് ടെസ്റ്റർ 1.2 ലിറ്റർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.